ഏർണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് മുൻപ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിനോട് ചേർന്നുള്ള വേറെ കുറേ ടോപ്പിക്സുമാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. വരാൻ പോകുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആകും. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So first question is, freeze drying takes place at option A triple point, B below the triple point, C above the triple point and D at 0 degrees Celsius. So ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. One is freeze drying and the other one is triple point. So നമ്മൾ ആൻസർ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. വൺ ഇസ് ഫ്രീസ് ഡ്രൈയിങ്. സോ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലയോഫിലൈസേഷൻ. ഓക്കെ, ഫ്രീസ് ഡ്രൈയിങ്ങിനെ ലയോഫിലൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഫ്രീസ് ഡ്രൈയിങ് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം എ സബ്സ്റ്റൻസ് ബൈ ഫ്രീസിങ് ഇറ്റ് ഇനീഷ്യലി. ഒരു ഫുഡ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഫുഡിനെ എടുത്ത് ഫ്രീസ് ചെയ്യും. ഓക്കെ, ദെൻ the frozen substance is subjected to vacuum pressure. വാക്യൂമിൽ വരുമ്പം ഈ ഫ്രോസൺ ആയിട്ടുള്ള സബ്സ്റ്റൻസിലുള്ള ഫ്രോസൺ ആയിട്ടുള്ള വാട്ടർ ഇറ്റ് അണ്ടർഗോസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺവേർഷൻ ഫ്രം എ സോളിഡ് ഫേസ് ടു എ gaseous phase without passing through a liquid phase. ഓക്കെ, അതാണ് സബ്ലിമേഷൻ. ഡയറക്ട്ലി സോളിഡ് ഫേസിൽ നിന്ന് ഗേഷ്യസ് ഫേസിലേക്ക് മാറും. അതായത് ഫ്രോസൺ വാട്ടർ, that is ice ആയിട്ടിരിക്കുന്ന വാട്ടർ, ഇറ്റ് വിൽ ഡയറക്ട്ലി ഗെറ്റ് കൺവേർട്ടഡ് ടു വാട്ടർ വേപ്പർ. ഒരു ലിക്വിഡ് വാട്ടർ എന്ന ആ ഒരു ഫേസിലേക്ക് വരത്തില്ല. സോ ദിസ് പ്രോസസ്, ദറ്റ് ഇസ് സബ്ലിമേഷൻ, ഇറ്റ് സ്കിപ്സ് ദ ലിക്വിഡ് ഫേസ്. സോ റിമൂവൽ ഓഫ് വാട്ടർ ഇസ് ഡയറക്ട്ലി ഫ്രം ദ ഐസ് ഫേസ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഫേസിൽ നിന്ന് ഡയറക്ട്ലി വാട്ടർ വേപ്പർ ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദിസ് പ്രിസർവ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ food and also the nutritional properties are also retained. So application, freeze drying എവിടെയൊക്കെയാണെന്നുള്ളതാണ്. Freeze drying is used in preserving food, pharmaceuticals, biological materials in order to extend the shelf life without significant loss of the quality. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ഇൻ 3 phases, ദറ്റ് ഇസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫേസിൽ ഒരു ഇക്വിലിബ്രിയം ആയിട്ട് ഒരു സബ്സ്റ്റൻസ് നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെയാണ്, ഒരു പോയിന്റിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രിപ്പിൾ പോയിന്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോൾ ആണ്, ദറ്റ് ഈസ് ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പ്രഷറിൽ വേരിയേഷൻ വരുമ്പം ഒരു ഫേസ് മറ്റൊരു ഫേസിലേക്ക് ട്രാൻസിഷൻ ആവും. ഇപ്പം ഈ ഒരു ഡയഗ്രാമിൽ നോക്കുവാണെങ്കിൽ ഇത് വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം ആണ്. ഈ ഫേസ് ഡയഗ്രാമിൽ ദിസ് ഈസ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, ദറ്റ് ഈസ് അറ്റ് എ പ്രഷർ and at a specific temperature and at a pressure. Okay, ആ ഒരു ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന്റെ ഇതാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ആ ഒരു ട്രിപ്പിൾ പോയിന്റിൽ ദറ്റ് ഈസ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ഓർ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഫ്രം ദാറ്റ് ഫേസ് ടു അനദർ ഫേസ്. സോ നോക്കുമ്പം വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് it occurs at 0.01 degree Celsius and 611.657 Pascal പ്രഷറിലാണ് വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് ഉള്ളത്. 0.01 degree Celsius ടെമ്പറേച്ചറിലും 611.657 Pascal പ്രഷറിലാണ്. അപ്പൊ ഈ പോയിന്റിൽ വാട്ടർ എക്സിസ്റ്റ്, ഈ ടെമ്പറേച്ചറിലും ഈ പ്രഷറിലും വാട്ടർ എക്സിസ്റ്റ് ഇൻ ഓൾ ദീസ് 3 forms. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, വാട്ടർ ഇവിടെ വാട്ടർ ഈസ് ഇൻ ദ ലിക്വിഡ് ഫേസ്, also it is in the solid phase some portion, and it is also in the gaseous phase. Okay, so adjusting the temperature or pressure away from these specific values will cause phase changes. So നോക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ് എന്താണ്, ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് അതെങ്ങനെയാണെന്നുള്ളത്
നമുക്ക് നോക്കാം. സോ ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുമ്പം ഇതാണ് സ്റ്റീം. എന്താണ് നമ്മൾ വാട്ടറിനെ ഫ്രീസ് ചെയ്യുന്നു ആദ്യം. ആ ഫുഡ് സബ്സ്റ്റൻസിനെ ഫ്രീസ് ചെയ്യുമ്പം വാട്ടർ ഫ്രോസൺ ആവും. ആ ഫ്രോസൺ വാട്ടറിനെ നമ്മൾ വിത്തൗട്ട് പാസിങ് ത്രൂ എ ലിക്വിഡ് ഫേസ് വി ആർ ഡയറക്ട്ലി കൺവേർട്ടിങ് ഇൻ ടു എ വാട്ടർ വേപ്പർ, ഗേഷ്യസ് ഫേസിലേക്ക് മാറുക. ദാറ്റ് ഈസ് ഇറ്റ് ഹാപ്പൻസ് ഹിയർ ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, ഇവിടെയാണ് this happens. So ice is getting directly converted to steam. So നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം എന്താണ്, freeze drying takes place at below the triple point. So next questionലേക്ക് നമുക്ക് നോക്കാം. Question 2, use of several methods like temperature, high or low temperature, control of acidity, control of water activity for preservation of food is known as option A, hurdle technology, option B, mixed technology, option C, stumbling technology, and option D, multiple technology. So the correct answer is hurdle technology. അപ്പോൾ ഈ hurdle technology എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So hurdle technology involves the application of multiple hurdles. Hurdles എന്ന് പറയുമ്പം കുറെ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുറെ തടസ്സമാകാൻ വേണ്ടിയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് ടു ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിന്റെ ഗ്രോത്തിന് കാരണമാകുന്ന കുറെ കാര്യങ്ങളെ നമ്മൾ ആ ഒരു ഫാക്ടേഴ്സിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹേർഡൽ ടെക്നോളജി എന്ന് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ഹേർഡൽസ് നമ്മൾ വെക്കും സോ ദാറ്റ് മൈക്രോ ഓർഗാനിസം വളരത്തില്ല. അതിന് വളരാനുള്ള സാഹചര്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ടെക്നോളജിയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മേ ബി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടും സോ ദാറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കുറയും, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ഫ്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബിലോ 5 ഡിഗ്രി സെൽഷ്യസ് ഒരു ചില്ലിങ് ചെയ്യുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി ഒക്കെ കുറയും. അങ്ങനെ വരുമ്പം, അല്ലെങ്കിൽ പി എച്ച് ഒരു ആസിഡിക് പി എച്ചിലേക്ക് മാറുമ്പം മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി കുറയും, അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആവും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പം ഇറ്റ് വിൽ അഫക്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. കുറെ ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഹസർഡ്സ് ഇതേപോലത്തെ ഇത് ടെമ്പറേച്ചർ ആവാം, പി എച്ച്, വാട്ടർ ആക്ടിവിറ്റി, പ്രിസർവേറ്റീവ്സ്, പാക്കേജിങ് ടെക്നിക്സ്, ഇതെല്ലാം ഒരു പല ഘട്ടങ്ങളായിട്ട് ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹേർഡ് ടെക്നോളജി എന്ന് പറയുന്നത്. So use of several methods like temperature, control of acidity, control of water activity for preservation of food is known as hurdle technology. The mixed technology, such stumbling technology, multiple technology, these are not a recognized term for this kind of processing or preservation methods in food technology. So right option in the hurdle technology. So coming to the next question. So cause and effect diagram is also known as option A, quality circles, B, fishbone diagram, C, 5-force diagram, and option D, Kaizen diagram. So ഈ ഓപ്ഷൻസിനെ ഓരോ ഓപ്ഷൻസിനെ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോളണ്ടിയർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് വിച്ച് ഇസ് ലെഡ് ബൈ എ സൂപ്പർവൈസർ, and they are trained to identify, analyze and solve the work related problems. Okay, or a group of people are, they have a group leader and they are trained എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ആ പ്രോബ്ലമിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതൊക്കെയാണ് ഈ ക്വാളിറ്റി സർക്കിളിൽ വരുന്നത്. സോ പ്രസന്റ് സൊല്യൂഷൻ, സോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് അനലൈസ് ചെയ്ത് ആ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആ ഒരു ഇൻഡസ്ട്രി, ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ പ്രസന്റ് ചെയ്യുന്നത് സോ ദാറ്റ് ദ ഓർഗനൈസേഷൻസ് പെർഫോമൻസ് ഇംപ്രൂവ്സ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ദ മെയിൻ എയിം ഈസ് ടു മോട്ടിവേറ്റ് ആൻഡ് എൻറിച്ച് ദ എംപ്ലോയി വർക്ക് ആൻഡ് ദ ഗോൾ ഈസ് ടു എൻഹാൻസ് ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിലുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഫിഷ് ബോൺ ഡയഗ്രാം. Fish bone diagram, it is also called as cause and effect diagram. So it visually identifies the potential causes of a problem or an effect. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ
കോസസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡയഗ്രാം വരച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു ഫിഷിൻ്റെ ബോൺ പോലെ ആയിരിക്കും. സോ എന്തൊക്കെ ആ പ്രോബ്ലം വരാൻ എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ ആ പ്രോബ്ലമിന് എന്തൊക്കെ കോസസ് ആണുള്ളത് എന്നുള്ളതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. മാൻ ആണ് ഒരു കോസെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യും. മെഷീൻ, മെറ്റീരിയൽ, മെത്തേഡ്, ഇങ്ങനെ പല രീതിയിൽ ഈ കോസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഈ പ്രോബ്ലം വരാൻ എന്താണ് ഏത് ആയിരുന്നു കോസ് എന്നുള്ളത്. സോ ഇതാണ് ഫിഷ് ബോൺ ഡയഗ്രാം, ഓർ എൽസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം. നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക്. സോ ഈ 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടൂൾ ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്കൽ പോർട്ടർ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓർഗനൈസേഷനുള്ള കോമ്പറ്റിറ്റീവ് എൻവയറമെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ഈ 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക്. അതായത് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, മേ ബി ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ, ഒരു ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ്, ത്രെറ്റ് ഓഫ് എ ന്യൂ, അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് പകരമായിട്ട് വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആവാം, ഒരു ടെക്നോളജി ആവാം. സോ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, ബാർഗെയിനിങ് പവർ ഓഫ് ദ സപ്ലയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ഇതൊക്കെയാണ് റൈവൽറി അമോങ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. സോ ഈ 5 കാരണങ്ങളാണ്, ഫോഴ്സസ് ആണ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു കൈസൻ ഡയഗ്രാം. കൈസൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ സിസ്റ്റമാറ്റിക്കലി ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇതിലൊരു 4 കാരണങ്ങളാണ് അല്ലെങ്കിൽ 4 കാറ്റഗറിയാണ്, കാരണങ്ങളല്ല കാറ്റഗറിയാണ് കൈസൻ ഡയഗ്രാമിൽ വരുന്നത്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, ഈ ഒരു 4 പ്രോസസ്സിലൂടെയാണ് കൈസൻ ഡയഗ്രാം പോകുന്നത്. സോ കൈസൻ ഡയഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഒരു ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൈസനിലുള്ളത്. സോ ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ സിസ്റ്റമാറ്റിക്കലി ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, implement changes and drive continuous improvement and innovation across processes and systems. So എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, ആ പ്രോബ്ലമിനെ അനലൈസ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ആൻഡ് ഇംപ്ലിമെൻറ്റ് ദോസ് സൊല്യൂഷൻ, അനലൈസ് ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇതാണ് കൈസൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് സൈക്കിൾ. ഇറ്റ് ഗോസ് ത്രൂ PDCA cycle, that is plan, do, check and act. So coming back to our question, ഇതൊക്കെയായിരുന്നു അതിലുള്ള ആ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ഓപ്ഷൻസ്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, the question cause and effect diagram is also known as എന്തായിരുന്നു? So the answer is fishbone diagram. Fishbone diagram, the diagram looks like a fishbone where there is many causes. The causes are categorized for a problem. Okay, so ഇത് ക്ലിയർ ആയല്ലോ. We will go to the next question. So question number 4 is the process in which a specially designed hermetic centrifuge is used to separate bacteria and especially the spores formed by specific bacterial strains from milk is known as. So ഒരു process ഉണ്ട് that is designed to centrifuge, that is to separate the bacteria and their spores from milk. ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നതെന്നാണ്. സോ ദ ആൻസർ ഈസ് ബാക്ടോഫ്യൂഗേഷൻ. സോ ബാക്ടോഫ്യൂഗേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡയറി പ്രോസസ്സിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടാർഗറ്റ് ബാക്ടീരിയ, റിമൂവൽ ഓഫ് ബാക്ടീരിയ ഫ്രം ദ മിൽക്ക്. ഇത് ബാക്ടോഫ്യൂഗേഷൻ ആണ്, ദറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ ഇൻസ്ട്രുമെന്റ്. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ബാക്ടോഫ്യൂജ് എന്ന് പറയുന്നത്. The process, that is baktofugation, it separates bacteria and the spore forming types, especially the spore forming bacteria ആണ് റിമൂവ് ചെയ്യുന്നത് ഫ്രം ദ മിൽക്ക് സോളിഡ്. സോ എന്താണ് ഈ ബാക്ടീരിയനെയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസിനെയും റിമൂവ് ചെയ്യുമ്പം ഇറ്റ് എൻഹാൻസസ് ദ മിൽക്സ് മൈക്രോബിയൽ ക്വാളിറ്റി, extends the shelf life and reduces the spoilage risk. Especially this is used for producing
long shelf life dairy products like that is UHT, ultra high temperature milk in the production ആണ് നമ്മൾ ബാക്ടോഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിലുള്ള ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന വേറെ ഓപ്ഷൻ ആയിരുന്നു സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് എലിമിനേറ്റ്സ് all microorganisms including bacteria, virus, fungi and spores. Sterilization എന്ന് വെച്ചാൽ elimination of all microorganisms by using എന്താണ് sterilization methods വരുമ്പോൾ physical methods ഉണ്ട്. physical methodsൽ വരുന്നത് heat യൂസ് ചെയ്യുന്നു, steam യൂസ് ചെയ്യുന്നു, radiation യൂസ് ചെയ്യുന്നു, ഇങ്ങനത്തെ methods യൂസ് ചെയ്യും. and also chemical agents, chemicals യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, ലൈക്ക് ആൽക്കഹോൾ. ഇതൊക്കെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ്. So sterilization ചെയ്യുമ്പോൾ എന്താണ്? It ensures the absence of viable microorganism and making items എന്താണ് മെഡിക്കൽ പർപ്പസ് ആണെങ്കിലും സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്. നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ടാർഗറ്റിംഗ് പാത്തോജനിക് ബാക്ടീരിയ ഇൻ ഫുഡ് ആൻഡ് ബെവറേജസ്. ഏതെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ ബെവറേജിലുള്ള അതിൽ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും പാത്തോജനിക് എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. സോ പാത്തോജനിക് ബാക്ടീരിയ ഏതെങ്കിലും ഒരു ഫുഡിലുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. സോ പ്രോസസ് ഇൻവോൾവ്സ് ഹീറ്റിംഗ്. എങ്ങനെയാണ് ഈ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് യു ഹീറ്റ് ദ പ്രോഡക്റ്റ് ടു എ സ്പെസിഫിക് ടെമ്പറേച്ചർ ഫോർ എ സെറ്റ് പീരീഡ്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഇത്രയും നേരം അല്ലെങ്കിൽ ഒരു സെറ്റ് പീരീഡിലേക്ക് നമ്മൾ ആ സ്പെസിഫിക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൻഡ് റാപ്പിഡ് കൂളിംഗ്. സോ ആ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ആ സ്പെസിഫിക് ടൈമിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറ്റ് ഈസ് റാപ്പിഡ് കൂളിംഗ് ഫോളോസ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ, റീകണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറ്റ് ഈസ് റാപ്പിഡ്ലി കൂൾ. സോ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഫോർ എ സെറ്റ് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഹീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് we rapidly cool the product. So it is aimed at enhancing food safety, extending shelf life, and also preserves the flavor and nutritional qualities of the food or the beverage. So crucial for ensuring the safety of perishable foods. So pasteurization is used especially for perishable foods. Perishable foods എന്ന് വെച്ചാൽ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ള ഫുഡ്സിനെയാണ് നമ്മൾ പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. സോ ലോങ് സ്റ്റോറേജ് പീരീഡ്സ്. ഫോർ എക്സാമ്പിൾ പാസ്ചറൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? മിൽക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മിൽക്കിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഒരു 2 or 3 days പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് പെരിഷബിൾ ഫുഡ്സ്, enabling longer storage periods without refrigeration. സോ നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നു അതിൽ അസെപ്റ്റിക് പാക്കേജിങ്. അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിസർവ്സ് ഫുഡ് ആൻഡ് ബെവറേജ് ബൈ മെയിൻറ്റെയിനിങ് സ്റ്റെറിലിറ്റി ത്രൂ ഔട്ട് ദ പാക്കേജിങ് പ്രോസസ്. സോ ഒരു പാക്കേജിങ് മെറ്റീരിയൽ ഉണ്ട്. ഈ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിനെയും സ്റ്റെറിലൈസ് ചെയ്യും. സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എലിമിനേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്യും. ആൻഡ് അത് പാക്ക് ചെയ്യാൻ പോകുന്ന ഏത് പാക്കേജിങ് മെറ്റീരിയൽ ആണോ അതിനെയും കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്യും. സോ സെപ്പറേറ്റ്ലി ദീസ് ആർ സ്റ്റെറിലൈസ്ഡ്. പ്രോഡക്റ്റ് ഈസ് സ്റ്റെറിലൈസ്ഡ്, പാക്കേജിങ് മെറ്റീരിയൽ ഈസ് സ്റ്റെറിലൈസ്ഡ്, ആൻഡ് ദ ഫില്ലിംഗ് സ്റ്റെറൈൽ ആയിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയലിലേക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ഫില്ല് ചെയ്യും അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ. സോ ദിസ് ഇസ് കോൾഡ് ആസ് അസെപ്റ്റിക് പാക്കേജിങ്. അസെപ്റ്റിക് കണ്ടീഷൻസിൽ നമ്മൾ സ്റ്റെറിലൈസ് ആയിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയലിലേക്ക് സ്റ്റെറൈൽ പ്രോഡക്റ്റിനെ പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. സോ ഇതും ഇതേപോലെ പെരിഷബിൾ പ്രോഡക്ട്സ് ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ് വിത്തൗട്ട് റെഫ്രിജറേഷൻ ഓർ പ്രിസർവേറ്റീവ്സ്. സോ ഇറ്റ് ഇസ് കോമൺലി യൂസ് ഫോർ എവിടേക്കാണ് ഇതിൻ്റെ അസെപ്റ്റിക് പാക്കേജിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയറി പ്രോഡക്ട്സ്, ജ്യൂസസ്, ലിക്വിഡ് ഓർ സെമി ലിക്വിഡ് ഫുഡ്സ്, ഇവിടെയെല്ലാം ഈ അസെപ്റ്റിക് പാക്കേജിങ് യൂസ്ഫുൾ ആവും, അപ്ലൈ ചെയ്യാൻ പറ്റും. So coming back to a question, എന്തായിരുന്നു? The process in which a specially designed hermetic centrifuge is used to separate bacteria and especially the spores formed by specific bacteria strains from milk is known as, എന്തായിരുന്നു നമ്മുടെ ആൻസർ? ബാക്ടോഫ്യൂഗേഷൻ. So coming to the next question, which of the following statements are true?
Foods high in sugar and other solutes dry more slowly. Second statement is, as drying progresses, the concentration of solutes in water increases, causing the drying rate to slow. Third statement is, water that is most difficult to remove is that which is chemically bound in the form of hydrates. Fourth statement, drying at high pressure occurs at lower temperature. So, ഈ നാല് സ്റ്റേറ്റ്മെന്റിലും ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. Option A says 1, 2, 3 and 4, all the 4 statements are correct. Option B, 1, 2, 3 statements are correct. Option C, 1, 3 and 4 statements are correct. And option D, 1, 2, 4 statements are correct. So, നമുക്ക് ഈ statements എന്താണെന്നുള്ളത് നോക്കാം. So, foods high in sugar and other solutes dry more slowly. That means this statement is true. Food high in sugar and other solutes, sugar contentum, അതിലുള്ള വേറെ solutes, solid. ഇത് ഹൈ ഉള്ളപ്പം ഏതെങ്കിലും ഒരു ഫുഡിൽ ഷുഗറും അതിലുള്ള സോളിഡ്സും ഹൈ ആണെങ്കിൽ എന്താണ് വാട്ടർ ആക്ടിവിറ്റി കുറവായിരിക്കും. സോ വിച്ച് റെഡ്യൂസസ് എന്താണ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അതിന് കുറവായിരിക്കും. സോ ദിസ് റിസൾട്ട് ഇൻ സ്ലോവർ ഡ്രൈയിങ്. സോ സൊല്യൂട്ട്സ് കൂടുമ്പം ഇവാപ്പറേഷൻ റേറ്റ് അതിലുള്ള വാട്ടറിൻ്റെ ഇവാപ്പറേഷൻ റേറ്റും കുറവായിരിക്കും. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ സ്ലോ ഡ്രൈയിങ് പ്രോസസ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫുഡ്സ് ഹൈ ഇൻ ഷുഗർ ആൻഡ് അതർ സൊല്യൂട്ട്സ് dry more slowly is true. So, second option ആണ്, as drying progresses, the concentration of solutes in water increases, causing the drying rate to slow. So, previous statementനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണിത്. ആസ് വാട്ടർ ഈസ് റിമൂവ് ഡ്യൂറിങ് ഡ്രൈയിങ്, വാട്ടർ ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റത്തിൽ നിന്ന് വെള്ളം റിമൂവ് ആവുമ്പം, വെള്ളം അതിൽ നിന്ന് പോകുമ്പം, ഡ്രൈയിങ്ങിന്റെ സമയത്ത് വെള്ളം പോകുമ്പോൾ എന്താണ് അതിലുള്ള സൊല്യൂട്ട്സ് കോൺസെൻട്രേറ്റ് ആവുകയാണ്. അപ്പൊ എന്താണ് ഇതേപോലെ വാട്ടർ ആക്ടിവിറ്റി കുറയും. സോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് ഡ്രൈയിങ് റേറ്റും കുറയും. So that will be drying rate കുറച്ചുകൂടെ slow ആവും. So the second statement is also true. Third statement is, water that is most difficult to remove is that which is chemically bound in the form of hydrates. Yes. ഇപ്പം വാട്ടർ എന്താണ് ഫുഡിലുള്ള ബാക്കിയുള്ള ഏതെങ്കിലും ഒരു കോമ്പനൻസുമായിട്ട് മൊളിക്യൂൾസുമായിട്ട് വാട്ടർ മൊളിക്യൂൾ കെമിക്കലി ബൗണ്ട് ആകുമ്പോൾ ഇപ്പം ഹൈഡ്രേറ്റ്സ് ഫോമിലൊക്കെ ബൈൻഡ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട്. യെസ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് വെൻ കമ്പയർഡ് ടു ഫ്രീ ഓർ ലൂസ്ലി ബൗണ്ട് വാട്ടറിനെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് remove ചെയ്യാൻ പറ്റും. So the third statement is true. Fourth statement is, drying at high pressure occurs at lower temperature. So this statement is false because high pressure വരുമ്പോൾ എന്താണ് ലോ ടെമ്പറേച്ചർ ലോ ആവും. പക്ഷെ ഡ്രൈയിങ് വരുമ്പോൾ എന്താണ്, ഡ്രൈയിങ്ങിന് എന്താണ് നമ്മൾ വാട്ടറാണ് റിമൂവ് ചെയ്യുന്നത്. സോ ഹൈ പ്രഷർ കൊടുക്കുമ്പം ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി സ്ലോ ആവും. സോ ആ ടെമ്പറേച്ചർ ലോ ആവും. ലോ ആവുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ എന്താണ് ഹയർ ടെമ്പറേച്ചർ കൊടുത്താലേ വാട്ടർ അതിൽ നിന്ന് evaporate ആവത്തുള്ളൂ. സോ ഡ്രൈയിങ് അറ്റ് ഹയർ പ്രഷർ, ഡ്രൈയിങ് അറ്റ് ഹയർ പ്രഷർ occurs at higher temperature. So this statement is false. So while coming to the question, ഏതായിരുന്നു right answer? Right answer is option B, 1, 2 and 3. The statement 1, 2 and 3 are true. So next question. Foods processed using high pressure technology, gamma radiation, high electric field pulse and thermosonication are known as option A, minimally processed foods, option B, UHT processed foods, option C, aseptically processed foods, and D, all of the above. So, ഈ ഓരോ നമ്മുടെ ക്വസ്റ്റനിൽ വന്ന ഓരോ ടെക്നോളജി എന്താണെന്നുള്ളതോടെ നമുക്കിതിൽ പഠിക്കാം. ഹൈ പ്രഷർ ടെക്നോളജി എന്താണെന്ന് നോക്കാം. ഹൈ പ്രഷർ ടെക്നോളജി യൂസസ് പ്രഷേഴ്സ് ടിപ്പിക്കലി ബിറ്റ്വീൻ 100 and 1000 MPa. 100 and 1000 MPa ബിറ്റ്വീനിലായിരിക്കും ഹൈ പ്രഷർ ടെക്നോളജിയിൽ പ്രഷർ യൂസ് ചെയ്യും. So it is employed to achieve microbial inactivation and extend the shelf life of foods. Microorganisms inhibit ചെയ്യാനും and shelf life കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ high pressure technology use ചെയ്യുന്നത്. So this method minimally processes food by preserving their natural flavors, colors and nutritional quality. So high pressure use ചെയ്യുമ്പോൾ microorganism
അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഷെൽഫ് ലൈഫ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ എക്സസീവ് ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കെമിക്കൽ അഡിറ്റീവ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഹീറ്റ്, എസ്പെഷ്യലി ഹീറ്റ് യൂസ് ചെയ്യുന്നില്ല. മിനിമലി പ്രോസസ്ഡ് ആണിത്. ഹൈ പ്രഷർ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഇറ്റ് റിറ്റെയിൻസ് ദ ഫ്രഷ്നെസ്, ടെക്സ്ചർ ഓഫ് ദ ഫുഡ്സ് ആൻഡ് ഓൾസോ എൻഷുവേഴ്സ് ദ സേഫ്റ്റി. It is suitable for producing minimally processed products such as juices, ready to eat meals. ഇതിലെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ പ്രഷർ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെക്നോളജി ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഗാമ റേഡിയേഷൻ. ഗാമ റേഡിയേഷൻ എന്ന് വെച്ചാൽ ഗാമ റേസ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് അയണൈസിങ് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് ബാക്ടീരിയ, പാരസൈറ്റ്സ്, ഇൻസെക്ട്സിനെയൊക്കെ കില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാമ ഇറേഡിയേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഹീറ്റ്, കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഗാമ റേസ് നമ്മൾ ഫുഡിലേക്ക് പാസ് ചെയ്യുന്നതാണ്. സോ മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് ബൈ എഫക്റ്റീവ്ലി സ്റ്റെറിലൈസിങ് ദം. സോ ഇറ്റ് പ്രിസർവ്സ് ദ ന്യൂട്രീഷണൽ കണ്ടന്റ്, സെൻസറി ആട്രിബ്യൂട്ട്സ് ആൻഡ് ദ ടേസ്റ്റ്, അരോമ, ടെക്സ്ചർ, ഇതെല്ലാം പ്രിസർവ് ചെയ്യുകയും ചെയ്യും. സോ മിനിമലി പ്രോസസ്ഡ് പ്രോഡക്ട്സ് ലൈക്ക് സ്പൈസസ്, ഹെർബ്സ്, സർട്ടൻ ഫ്രൂട്ട്സ്, ഇതിനെല്ലാം നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ഗാമ റേസ്. നെക്സ്റ്റ് വൺ ആയിരുന്നു ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസ്. സോ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസ് എന്ന് പറയുന്നത് ദിസ് ടെക്നോളജി യൂസസ് ഷോർട്ട് പൾസസ് ഓഫ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ്സ്. ചെറിയ ഷോർട്ട് പൾസസ് ആയിട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും ടു ഫുഡ്സ്. So that microorganismത്തിന്റെ cell membrane disrupt ആവും and this inactivates the microorganism. So minimally processes the food item, it is minimally processed by achieving microbial reduction without significant heat generation. Heat generate ആവാതെ മൈക്രോ ഓർഗാനിസത്തിന് ഹീറ്റ് ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസ് ആൻഡ് ദിസ് പ്രിസർവ്സ് ദ ഫ്രഷ്നെസ് ആൻഡ് ന്യൂട്രീഷണൽ ഇന്റഗ്രിറ്റി ഓഫ് ദ ഫുഡ് പ്രോഡക്റ്റ്. So this is used in the production of minimally processed products such as fruit juice, dairy products, liquid foods. ഇതിനെല്ലാം വേണ്ടിയിട്ട് you can use high electric field pulse technology. Last technology in that question was thermosonication. Thermosonication, it combines ultrasound waves with mild heat treatment. That is thermo, heat toned, and sonication is ultrasound waves. So that ഈ രണ്ട് ടെക്നോളജിയും കമ്പൈൻ ചെയ്യുന്നതാണ്. ദറ്റ് ഈസ് അൾട്രാസൗണ്ട് വേവ്സ് ആൻഡ് ഓൾസോ ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഒരു മൈൽഡ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്തിട്ട് സോ ദാറ്റ് ദർ വിൽ ബി മൈക്രോബിയൽ ഇനാക്ടിവേഷൻ ആൻഡ് ഇംപ്രൂവ്സ് ദ മാസ് ട്രാൻസ്ഫർ ഇൻ ഫുഡ്സ്. സോ മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് ബൈ റെഡ്യൂസിങ് പ്രോസസ്സിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ടെമ്പറേച്ചർ ഓൾസോ കമ്പയർ ടു കൺവെൻഷണൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുക്കിംഗ് പ്രോസസ്സിനെക്കാട്ടിലും മിനിമലി നമ്മൾ പ്രോസസ്സ് ചെയ്യും ബൈ also it reduces the processing time and temperature. This thermosonication preserves the natural attributes of the foods and food in the flavor, texture, nutrients in എല്ലാം preserve ചെയ്യും and it is suitable for producing minimally processed products like food purees, sauces, soups എല്ലാം ഈ thermosonification apply ചെയ്യാൻ പറ്റും. So the question was foods processed using high pressure technology, that is the use of pressure between 100 and 1000 MPa gamma rays using the high electric field pulse, that is short pulse of high electric field apply to food, and thermosonification is mild heat treatment combined with ultrasound waves, and that is thermosonification. So these are combined. ഈ എല്ലാ food processed using these technology are known as എന്താണ് minimally processed foods. So the right option is minimally processed foods. So next question is difference of green tea from black tea is that the oxidation process is omitted. The tea leaves are steamed in a pan before rolling to prevent oxidation by enzyme. Option C is the oxidation process is omitted and the tea leaves are steamed in a pan before being rolled to prevent
oxidation by enzymes, and D is none of the mentioned. So the right option is oxidation process is omitted and the tea leaves are steamed in a pan before being rolled to prevent oxidation by enzymes. So green tea and black tea. Black tea എന്ന് വെച്ചാൽ there is oxidation process, fermentation carry out so that it gets converted to green tea. All chemical components will get converted to polyphenols. Green tea polyphenols will get converted and to black tea fermentation വഴി എല്ലാം oxidation എല്ലാം നടന്നിട്ട് black tea ആവും. Green tea ആണ് oxidation നടന്നിട്ട് black tea ആവുന്നത്, which also involves fermentation process also. So ഇതിൽ the difference between green tea and black tea is that oxidation process is omitted in green tea and the tea leaves are steamed in a pan or a heat application കൊടുക്കും for green tea before being rolled to prevent oxidation. Further oxidation നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് you just heat so that the enzymes are inactivated. So that is the difference of green tea from black tea. So moving to the next question. When a deviation from critical limit happens, what should be done? So first option is documentation of corrective action. Second one is stop the line and inform the supervisor. Third one is reassess the HACCP plan. And D is all of the above. What should be done when a deviation from critical limit happens? So critical limit എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതാണ്. So critical limit serves as a boundary or threshold that separates acceptable from unacceptable condition. Okay, critical limit എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ആണ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ആണ്, എന്തെങ്കിലും ഒരു വാല്യൂ ആണ്, ഒരു വാല്യൂയുടെ ഒരു റേഞ്ച് ആയിരിക്കും ദാറ്റ് സെപ്പറേറ്റ്സ് അക്സെപ്റ്റബിൾ ഫ്രം അൺഅക്സെപ്റ്റബിൾ കണ്ടീഷൻ. ആ ഒരു റേഞ്ചിൽ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ, അതിൻ്റെ ബിലോ അല്ലെങ്കിൽ അതിൻ്റെ അബവ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. സോ സെർവ്സ് ആസ് എ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് ആസ് എ ബൗണ്ടറി. സോ ദിസ് ക്രിട്ടിക്കൽ ലിമിറ്റ് ഇസ് essential for controlling hazards, ensuring that the food safety risks are effectively managed. So ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ in a food processing industry, ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുക്ക്ഡ് ചിക്കൻ പ്രോഡക്ട്സ് ആണെന്ന് കരുതുക. ഓക്കെ, സോ ക്രിട്ടിക്കൽ പോയിന്റ്, ആ കുക്ക്ഡ് ചിക്കൻ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് കുക്കിംഗ് പ്രോസസ് ആയിരിക്കും. ആ കുക്കിംഗ് പ്രോസസ്സിൽ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിന് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആ കുക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പം ദ ഇന്റേർണൽ ടെമ്പറേച്ചർ ഓഫ് ദ ചിക്കൻ, okay, internal cooking temperature for the chicken should be 74 degrees Celsius. ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ്. ക്രിട്ടിക്കൽ ലിമിറ്റ് ഓഫ് ദാറ്റ് കുക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, 74 ഡിഗ്രി സെൽഷ്യസ് വേണം ആ ചിക്കൻ്റെ ഇന്റേർണൽ ടെമ്പറേച്ചർ. അപ്പോൾ ആ 74 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക, ദറ്റ് ഈസ് ഡീവിയേഷൻ സംഭവിച്ചു. ഡീവിയേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ. ആ കുക്കിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. ദറ്റ് ഈസ് ആ 74 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്റേർണൽ ടെമ്പറേച്ചർ ഓഫ് ദ ചിക്കൻ ഈ 74 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതൊരു ഉറപ്പ് വരുത്തിയിരിക്കണം. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ, ആ ഇന്റേർണൽ കുക്കിംഗ് ടെമ്പറേച്ചറിൽ പ്രോസസ്സിൻ്റെ എന്തെങ്കിലും ഒരു ഇത് വന്നപ്പം ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. എന്താണ്, ആ ഇന്റേർണൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ, ഒന്നെങ്കിൽ അത് റീപ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കുക്കിംഗ് പ്രോസസ്സ് നിർത്തിയിട്ട് എന്താണ് ഡീവിയേഷൻ എന്നിട്ട് ഒന്നുകൂടെ ആ HACCP പ്ലാൻ, HACCP പ്ലാൻ നോക്കുക. സോ the correct option is all of the above. That is, when what should be done when a deviation from critical limit happens, you have to documentation of corrective action. എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻ ഉണ്ട്, ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കറക്റ്റീവ് ആക്ഷൻ ആണോ എടുത്തത് അത് ഡോക്യുമെന്റ് ചെയ്യുക. First one is stop the line and inform the supervisor that it has happened and reassess the HACCP പ്ലാനിനെ ഒന്നുകൂടെ HACCP എന്ന് പറയുന്നത് ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആണ്, അതിനെ ഒന്നുകൊണ്ട് റീഅസസ് ചെയ്യുക. സോ ദ ഓപ്ഷൻ, ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് all of the above.
So 9th question is, what will be the overrun if 400 liters of mix produces 740 liters of ice cream? ഇതൊരു ചെറിയൊരു calculation ആണ്. So overrun, ഈ ഐസ്ക്രീം മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന ഒരു ടേം ആണ് overrun. അതെന്താണെന്നുള്ളത് നോക്കാം. Overrun in ice cream production refers to increase in volume that occurs during the freezing process. That is, ഒരു ഐസ്ക്രീമിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ട ശേഷം ആ ഫോർമുലേഷനിൽ വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ്, മിൽക്ക്, എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു അളവ് ആഫ്റ്റർ ഫ്രീസിങ് അത് കുറച്ചുകൂടെ കൂടും. ദർ വിൽ ബി ഇൻക്രീസ് ഇൻ വോള്യൂം. നമ്മൾ ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഐസ്ക്രീം മിക്സിലുള്ള അളവെല്ലായിരിക്കും, വോള്യൂം എല്ലായിരിക്കും ആഫ്റ്റർ freezing. So this increase in volume, the percentage increase in volume of the ice cream compared to the volume of the mix is termed as overrun. Okay, overrun is increase in volume that occurs during the freezing process. It is the percentage increase in volume of the ice cream compared to the volume of the mix. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് overrun എന്ന് പറയുന്നത്, overrun is equal to volume of ice cream minus the volume of mix divided by volume of mix into 100. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് 400 liters ആയിരുന്നു ആദ്യം ഐസ്ക്രീം മിക്സിന്റെ വോള്യൂം. ഫ്രീസിങ് കഴിഞ്ഞപ്പോൾ എന്താണ് 740 liters ഓഫ് ഐസ്ക്രീം ആയി മാറി. സോ വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദിസ് ഇക്വേഷൻ, that is volume of ice cream എന്തായിരുന്നു 740 liters and volume of mix is 400. So when we calculate, it comes to 85%. So question, what will be the overrun if 400 liters of mix produces 740 liters of ice cream? When it is applied to the equation, the answer is 85%. So last question in this video, that is, what is the major defect that occurs in UHT milk during storage? UHT എന്ന് പറയുന്നത് എന്താണ്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്കിനെയാണ് നമ്മൾ UHT എന്ന് പറയുന്നത്. സോ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു ഓവർ 135 degree Celsius. 135 degree Celsiusലേക്ക് മിൽക്കിനെ ഹീറ്റ് ചെയ്യും ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, so that the harmful bacteria are killed, and then itre heat for a short period of time, usually or 2 to 3 seconds like ആയിരിക്കും ഈ 135 degree Celsius maintain ചെയ്യുക, and then it is rapidly cooled and aseptically packaged. Aseptically packaged എന്നുള്ളത്, aseptic packaging നമ്മൾ already discuss ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. So it is UHT milk എപ്പോഴും you can store at room temperature for months and it retains the nutritional content and flavor. നമ്മളുടെ question എന്ന് പറയുന്നത് UHT milkനെ ഉണ്ടാവുന്ന ഡ്യൂറിങ് സ്റ്റോറേജ് UHT മിൽക്കിൽ ഉണ്ടാവുന്ന ഒരു മേജർ ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഏജ് ജലേഷൻ. ഏജ് ജലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആഫ്റ്റർ സ്റ്റോർ ചെയ്തതിന് UHT മിൽക്ക് സ്റ്റോർ ചെയ്ത് കഴിയുമ്പം ആഫ്റ്റർ എ ഫ്യൂ ഷോർട്ട് മന്ത്സ് ദ milk will turn into liquid gels. Okay, or gel form which cannot be returned back. It is due to proteolysis caused by plasmin and bacteria. Okay, this is a major defect which happens or which occurs in UHT, ultra high temperature processed milk. And a major defect age gelation എന്ന് പറയുന്നത്. It refers to formation of gel-like structures in UHT milk over time during storage. It occurs by the interaction between milk proteins. Milk protein ഏതാണ്? casein ആണ് milk protein. So particularly casein, and contributes to age gelation. Factors, എന്തൊക്കെ factors ആണ് UHT milkൽ age gelation വരാൻ കാരണമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, it is pH, temperature, storage conditions, ഇതൊക്കെ factors ആയിട്ട് വരും for age gelation in UHT milk. So ഇന്ന് നമ്മൾ 10 questions ആണ് ഡിസ്കസ് ചെയ്തത്. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഓപ്ഷൻസുമായിട്ടും അതിനോട് ചേർന്നുള്ള ടോപ്പിക്സും നമ്മൾ ഇന്ന് പഠിച്ചു. സോ അടുത്ത വീഡിയോയിലും ഇതേപോലെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും പഠിക്കാം. നെക്സ്റ്റ് അക്കാഡമിയിൽ
ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ സിലബസിലെ ഓരോ മൊഡ്യൂളും അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക. കൂടാതെ നിങ്ങളുടെ നിലവാരവും അളക്കാനായി സാധിക്കുന്ന ടെസ്റ്റുകൾ, ഗൈഡൻസിനായി എക്സാം വരെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റി മുതലായവകളെല്ലാം ഈ കോഴ്സിൻ്റെ ഫീച്ചറാണ്. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഫുഡ് സേഫ്റ്റി എക്സാമും ആയി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്